ഞാൻ PSM-SMHS PTA മെമ്പറാണ്. മൂപ്പര് ആ സ്കൂളത്തെ അധ്യാപകനാണ് ലോലിതൻ. എന്റെ പേര് കോയ. കേട്ട് കാണാൻ വഴിയില്ല പറഞ്ഞില്ലല്ലോ കേൾക്കാൻ. അതല്ല, നിങ്ങളിവിടെ പുതിയ താമസക്കാരല്ലേ? അതെ, ഞങ്ങളെ കുറിച്ച് കേട്ട് കാണാൻ വഴി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്. അത് ശരി, അത് ശരി. മോനിപ്പോ എന്താ ചെയ്യാൻ പരിപാടി? ഞാനിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നിങ്ങളല്ല, നിങ്ങളുടെ മോന്? എന്റെ മോന് അവ ഒന്നും ചെയ്യില്ല. അവ 7ാം ക്ലാസ് പാസ്സായി. അതെ, ഇനിയിപ്പോ 8ലേക്ക് ചേർക്കണം. അതിനാണിപ്പോ ഞങ്ങളിപ്പോ സ്കൂളിലാ പറഞ്ഞേ. PSM-SMHS. അപ്പൊ അവിടെ കുട്ടീനെന്നാ ഓനെ അവിടെ അങ്ങോട്ട് ചേർക്കുക. പക്ഷെ എന്താ അറിയോ, പഠിക്കാൻ വളരെ മണ്ടനാ. മണ്ടന എന്ന് പറഞ്ഞാലോ പഠിക്കുന്ന കാര്യത്തിൽ ഒന്നും അറിയില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്കൂളിലേ ഒരു മാഷയുടെ ജോലി വാങ്ങിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കാര്യം ഓക്കെ ആയല്ലോ. അങ്ങനെ വിചാരിച്ചു ഈ പറഞ്ഞ കുട്ടി. എന്നാ പിന്നെ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഓനെന്നപ്പോ തൽക്കാലം ഞങ്ങളുടെ സ്കൂൾക്ക് അങ്ങോട്ട് ചേർക്ക്. അതിപ്പോ എന്താ അറിയോ, അവന്റെ കാര്യത്തില് എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം പറയാൻ പറ്റില്ല. കാരണം അവനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണതേ എന്റെ അളിയന്മാരാണ്. അല്ല, അപ്പൊ നിങ്ങള് കുട്ടിയുടെ? ഞാൻ കുട്ടിയുടെ അച്ഛനാണ്. അല്ല, അപ്പൊ നിങ്ങൾക്ക് പറ്റില്ല തീരുമാനം എടുക്കാൻ പറ്റില്ല? അത് പറ്റില്ലല്ലോ, പഠിപ്പിക്കണ അവരല്ലേ. നിങ്ങൾ വിഷമിക്കണ്ട. കുട്ടിയെ നിങ്ങൾ ആദ്യം സ്കൂളിലേക്ക് വിടും, അവനുള്ള ചെലവൊക്കെ നമ്മൾ നോക്കിക്കോളാം അല്ലേ? പിന്നെ ആദ്യം ഞാൻ സ്കൂളിനെ പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ. ഇന്നിപ്പോ എന്താ വെച്ചാൽ അന്വേഷിക്കാനൊന്നുമില്ല. സ്കൂളിനെ കുറിച്ച് 1ാം തരം സ്കൂളാണ്. ഈ 2 നില കെട്ടിടം 3 എണ്ണാണ് അവിടെ. അല്ല, സൗകര്യത്തിന്റെ കാര്യം പറയാൻ കേട്ടോ, അല്ലാണ്ട് ഇപ്പൊ വേറെ ഇതായിട്ട് അങ്ങനെ ഒരു അഹങ്കാരം ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് പറയല്ല. പിന്നെ 7 സ്കൂൾ ബസ്സാ. ബസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കുട്ടികൾ കയറിയ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങൂല. ഇറങ്ങാത്ത പറഞ്ഞ വേറെ ഒന്നല്ല, അതിന്റെ അത്രക്കും സുഖമാണ് അതിന്റെ ഉള്ളിൽ ഇരിക്കാന്. ചില കുട്ടികളൊന്നും ഇറങ്ങി വരൂല ആ സ്കൂൾക്ക്, ബസ്സിൽ തന്നെ. ക്ലാസ്സിലുണ്ട്, ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ഫെസിലിറ്റീസ് പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 5 ഏക്കർ കളി സ്ഥലം. 5 ഏക്കർ സ്കൂളിനോ? സ്കൂളിനല്ല, സ്കൂളിന്റെ പുറത്ത്. കുട്ടികൾക്ക് ഇന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ, എവിടെ വേണമെങ്കിലും കളിക്കാലോ. നേരം പേർക്ക് വൈകുന്നേരം വരെ ക്രിക്കറ്റ് കളി തന്നെ പറ്റാ. പിന്നെ ടീച്ചേഴ്സ് റൂമില് TV ഉണ്ട്, പിന്നെ ഇതുണ്ട് ക്യാരംസ്, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ, സകലമായ സാധനങ്ങളും കുട്ടികൾക്കും കാണാൻ വന്നിട്ടേ എല്ലാം കാണാം. അതൊക്കെ കണ്ടൊക്കെ തൃപ്തിയായതിനു ശേഷമൊക്കെ മതി പഠിപ്പ് തന്നെ ഞങ്ങള്. ഇനിയിപ്പോ ഒരു ചെറിയൊരു തെറ്റ് ചെയ്താലും അവിടുത്തെ അധ്യാപകർ ഈ കുട്ടികളുടെ ഒരു ചൂരിലെടുത്ത് അങ്ങനെ കുട്ടികളെ വിഷമിപ്പിക്കണ ഒരു പരിപാടി ആ സ്കൂളിലില്ല. സന്തോഷിപ്പിക്കുക നിങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന്. പക്ഷേ കുട്ടികൾക്ക് കഴിക്കാൻ വല്ലതും കൊടുക്കണ്ടോ? ഉച്ചക്കഞ്ഞി ഉണ്ടോ? എന്ത് ചോദ്യ ഈ ചോദിക്കണത്? ഉച്ചക്കഞ്ഞിയൊക്കെ എല്ലാ സ്കൂളിലുണ്ട്. ഇപ്പൊ ഇവിടെ അതല്ല, ഉച്ചക്കഞ്ഞി കഴിഞ്ഞാലും പിന്നെയുള്ള കഞ്ഞിക്ക് വക ഉണ്ടാക്കുന്നത് നമ്മുടെ അധ്യാപകരാണ്. അധ്യാപകർക്ക് കിട്ടുന്ന ശമ്പളം വരെ വിറ്റല്ലേ തിന്നാണ്. എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് കൊടുക്കുക, കൂടുതൽ ഭക്ഷണം പിന്നെയും വേണം അവർക്ക് കൊടുക്കും. അധ്യാപകരെ ശമ്പളം ഭക്ഷണം മേടിച്ചു കൊടുക്കാണ്. ഒന്നുമില്ല, അല്ലെങ്കിൽ ഇറങ്ങി പോവിച്ച കാരണം. അപ്പോ നിങ്ങളുടെ സ്കൂളിൽ സ്പോർട്സിനൊക്കെ ഭയങ്കര പ്രാധാന്യം ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ ബിസ്ക്കറ്റ് കടി മത്സരത്തിന് ഞങ്ങളുടെ സ്കൂളിലല്ലേ 1ാം സ്ഥാനം ജില്ലാ തലത്തില്. എന്ത് കടി? ബിസ്ക്കറ്റ് അടിക്കുക. നമ്മൾ ഈ ഇതുമ്മ ചാക്കുന്നൂരുമ്പോ ബിസ്ക്കറ്റ് തൂക്കിട്ടെ ഇങ്ങനെ ചാടി കടിക്കൂലേ, 1ാം സ്ഥാനമാണ്. അതൊക്കെ ശരി. പിന്നെ ഞാനേ ഈ ഇതിന്റെ നിങ്ങളുടെ വിജയ ശതമാനം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. വിജയ ശതമാനം നിങ്ങൾ അന്വേഷിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ വർഷം 113.83. അതിന് മുന്നത്തെ വർഷം 127.43. സാറ് കേൾക്കണം. പിന്നെ അതിന് മുന്നത്തെ വർഷം 129.84. വിജയ ശതമാനം ഇങ്ങനെ കേറി പോവാണ്. നല്ല അച്ചടക്കത്തിന്റെ കാര്യത്തിലൊക്കെ നല്ല ചിട്ടി ഉണ്ടാവുമല്ലോ. പിന്നെ കൊള്ളാം, സ്കൂളിന്റെ മുമ്പിൽ എപ്പോഴും ഒരു പോലീസ് ജീപ്പ് ഉണ്ടാവും. അത് വേറൊന്നുമില്ല, കുട്ടികൾ ഇങ്ങനെ വെറുതെ അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് കഴിഞ്ഞ കൊല്ലത്തെ മാതിരി വെറുതെ വെട്ടും കുത്തൊന്നും ഉണ്ടാവണ്ടാച്ചിട്ട് ഒരു ജീപ്പ് ഒരു ധൈര്യത്തിന്. അതെല്ലേ, പോലീസ് ജീപ്പ് ഉണ്ടാവും എപ്പോഴും. ഇത്രയൊക്കെ സൗകര്യം നിങ്ങളുടെ സ്കൂളിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ കുട്ടികളെ പിടിക്കാൻ നടക്കുന്നത്? ഈ അധ്യാപകൻ ഇപ്പൊ ഒരു 1-2 വർഷമായിട്ട് ഇപ്പൊ ലോലിൻ സാർ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ 1-2 വർഷമായിട്ട് ഇപ്പോ കുട്ടികളുടെ ഒരു അഭാവം ഇങ്ങനെ തരക്കേടില്ലാണ്ട് സ്കൂളിൽ. അല്ല, കുട്ടികളുണ്ട്. അപ്പൊ ചെറുതായിട്ടൊരു ഇത് കുറവുണ്ട്. അപ്പോ മൂപ്പരുടെ 2 മക്കള് പഠിക്കണത് ടൗണില് ഒരു സ്കൂളിലാണ്. അതെ. അപ്പൊ അവർക്ക് ഈ ഫീസൊക്കെ കൊടുക്കേണ്ട ഒരു ആവശ്യമൊക്കെ വരുമ്പോ ഒത്തിരി ടൈറ്റ് മാസിനുണ്ട്. അപ്പൊ ജോലി സ്ഥിരമാവാനും മാഷക്ക് ശമ്പളം കിട്ടാൻ ഞാൻ എന്റെ കുട്ടിയുടെ ടി സി നിങ്ങൾക്ക് തരണം, അവിടെ ചേർക്കണം. അങ്ങനല്ല, എന്താ പറഞ്ഞു പാടച്ചോ, അങ്ങനെ നമ്മള് അങ്ങനെ ഉദ്ദേശത്തിലല്ല. ഇവിടെ വരും ബസ്, സ്കൂൾ ബസ്സേ ഇവിടെ വരും. നിങ്ങൾ കുട്ടീനൊന്നും ഇവിടുന്ന് ഇറക്കി കൊടുക്കാൻ കൂടി വേണ്ട.
കുട്ടിയുടെ കുടയും വടിയും സകലമാന സാധനങ്ങളും ക്ലീനർ വന്ന് എടുത്തുകൊണ്ട് അതിൽ വെക്കും, കുട്ടീനെ അതിൽ കയറ്റി കൊടുക്കും. പിന്നെ 9ാം ക്ലാസ് അതുവരെ ഞങ്ങൾ എന്തായാലും ജയിപ്പിച്ചു വിടും. അത് ഉറപ്പ്. ഇതാ കുട്ടികളുടെ ബുക്കാണ്, പുസ്തകങ്ങളൊക്കെ കൊടുക്കല്ലേ വാസേ? കുട്ടിക്ക് പഠിക്കാനാണ്, അതാ പറഞ്ഞു ഞങ്ങളേ. പഴയ പുസ്തകങ്ങളാണ്, പുതിയ ബുക്ക്. ഇതാ കൊട, കോപ്പിയുടെ കൊടയാണ്, 1ാം തരം കോപ്പി കൊടയാണ്. കുട്ടികൾക്ക് അതാണല്ലോ ഇഷ്ടം. അത് കൊടുക്കണ്ട്. ചേട്ടനുണ്ട്, എല്ലാ സൗകര്യം ചേട്ടനുണ്ട്, ഭാര്യയ്ക്കുണ്ട്. എല്ലാവർക്കും. അല്ല അത് നിങ്ങൾ ഇനി ബുദ്ധി വെക്കട്ടെ, വെയിലും മഴയൊക്കെ കൊണ്ട്. ഇനിയും കുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പോഴും കൊടുക്കാം. ഇത് കുറച്ച് വലുത് തരായിരുന്നു കേട്ടോ. ഇതിപ്പോ കുട്ടികൾക്ക് എന്നുള്ള കണക്കിലാണ്. വലിയ കൂടെ ഉണ്ട് കോപ്പിയുടെ. അതെയോ? വലിയ കൂടെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ അതാണ് പദ്ധതി. അപ്പൊ അതൊരെണ്ണം കൊണ്ടുവരണം. അത് കൊണ്ടുവരില്ല. ഇത് തുണി, തുണിയോ? അത് യൂണിഫോം. യൂണിഫോമേ. അതാ തുണി പോയിച്ചിട്ട് വേണം സ്കൂളിൽ പോലും. അതല്ല, ഇതിപ്പോ യൂണിഫോം അടിച്ചിരുന്നല്ലോ സ്കൂൾ യൂണിഫോം ഒക്കെ ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ. അപ്പൊ ഇത് തുണി മാത്രം തന്നെ എങ്ങനെയാണ് മാഷേ? ഇത് അടിക്കണ്ടേ? അതായത് തയ്പ്പിക്കണോ? തയ്പ്പിക്കണം. അതിന് കൂലി, തയ്യക്കൂലി ഉണ്ട്. ഇത് തരണേ, അതാണ് അതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല. ഇതുപോലെ തയ്ക്കൂലി ഉണ്ട്. ആ ഇപ്പൊ 300 രൂപ, അത് ഒരു ജോഡി തയ്ക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് പിടിക്കാൻ ഇത് ഇതൊന്നൊരു 500 രൂപ ഇങ്ങോട്ട് വന്നാളെ നിങ്ങൾ. 500 രൂപ തരാല്ലേ, അത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. എന്തായാലും നല്ല കാര്യത്തിനല്ലേ. എന്താ പറയുന്നത്? എന്താണ് എന്താ സ്വകാര്യം? ഒന്നുമില്ല, അത് കുടിക്കോ കുടിക്കോന്നല്ലേ? ഞാൻ കുടിക്കും. അതിന്ന് എടുക്കാം. അതെയോ? പിന്നെ ഒരു കാര്യം ചെയ്യും, ആ പൈസ തരുന്നു. 300 രൂപ തന്നോളേ, അത് തരി. എന്തായാലും അതിലുണ്ടായി. അല്ലാതെ 300 രൂപ നിങ്ങളുടെ കയ്യിലില്ലേ, അത് തരി. എന്താ ഒരു നല്ല കാര്യത്തിൽ നിൽക്കുമ്പോ ഇനിയിപ്പോ അളിയന്മാരുടെ അടുത്തും ചോദിക്കാൻ കണ്ട ഞാൻ കുട്ടീനെ അങ്ങോട്ട് വിട്ടോളാം. അല്ല അത് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞ അളിയന്മാർക്ക്. ബുക്ക്, കൊട. ഓ ശരി ശരി, കൊടയുണ്ട്. അപ്പൊ ശരി, നിങ്ങളപ്പോ അങ്ങോട്ട് എന്നാ വന്നോളെ കുട്ടീനെ ടി സി ആയിട്ടേ ചേർത്താ. ആ ആയിക്കോട്ടെ, ശരി. ഇനിയിപ്പത്തെ വീട്ടിലേക്ക് പോവാ. അടുത്ത്